ജമ്മു കശ്മീരിലെ പെഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ക്രൂരമായ ആക്രമണം ലോകത്തെ പല രാജ്യങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചു. ചിലർ ഇന്ത്യക്ക് പിന്തുണയുമായി വന്നു, ചിലർ പാകിസ്ഥാന് പിന്തുണയുമായി വന്നു. ഏതായാലും ഇവിടെ വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്ക് പിന്തുണയുമായി വന്നിരിക്കുന്നു എന്നതാണ്. താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ്റെ നിലപാട് ഇന്ത്യക്ക് അനുകൂലമാകില്ല എന്നായിരിക്കാം പലരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ അസന്നിഗ്ധമായി പറയുന്നു ഇന്ത്യക്കൊപ്പമാണ് അവരുടെ നിലപാട്. ഈ ക്രൂരതയെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് താലിബാൻ പറയുകയാണ്. അപ്പോൾ താലിബാനെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്രൂരകൃത്യമാണ് കശ്മീരിൽ നടന്നത് എന്നിവിടെ വ്യക്തമാവുകയാണ്. അവിടെ എത്തിയ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ നിറയൊഴിച്ചത് അംഗീകരിക്കാനാകില്ല എന്ന് താലിബാൻ പറയുന്നു. ഇതിനെതിരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഈ ഘട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കാനുള്ള താല്പര്യം അറിയിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലെ ജോയിൻറ്റ് സെക്രട്ടറി ആനന്ദ് പ്രകാശ് അഫ്ഗാനിസ്ഥാൻ സന്ദർശിച്ചു. അവിടെ താലിബാൻ്റെ ആക്ടിംഗ് ഫോറിൻ മിനിസ്റ്റർ മൗലവി അമീർ ഖാനുമായി കൂടിക്കാഴ്ച നടത്തി. മൗലവി അമീർ ഖാൻ മുത്തക്കി ഒരു കാര്യം വ്യക്തമാക്കുന്നു: ഈ ഘട്ടത്തിൽ അവർ ഉറച്ച് ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് താലിബാൻ ഈ ഘട്ടത്തിൽ അടിവരയിട്ട് പറയുന്നത്. ഇന്ത്യയും അതുപോലെ അഫ്ഗാനിസ്ഥാനും കൂടുതൽ നയതന്ത്ര ബന്ധം ഉണ്ടാക്കണം എന്ന് അവർ ആവശ്യപ്പെടും. അതോടൊപ്പം തന്നെ വാണിജ്യം, അതുപോലെ വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ആ ബന്ധം കൂടുതൽ ആഴത്തിലുണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഈ ഗതാഗത മേഖലയും അതുപോലുള്ള മേഖലകളിൽ യോജിച്ചുള്ള പ്രവർത്തനം വേണം എന്ന നിലപാട് അഫ്ഗാനിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയം, ഗതാഗതം, കച്ചവടം, അതുപോലെ പ്രാദേശിക തലത്തിലുള്ള വിഷയങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ഈ സന്ദർശന വേളയിൽ ഇന്ത്യൻ ജോയിൻറ്റ് സെക്രട്ടറി അവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഈ ജോയിൻറ്റ് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ള ഈ കാര്യങ്ങൾ വളരെ ക്രിയാത്മകമായി അഫ്ഗാനിസ്ഥാൻ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഈ ആഴത്തിലുള്ള ഒരു സൗഹൃദം വരുമ്പോൾ അവിടെ നിലനിൽക്കുന്ന വിസ പ്രശ്നങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ പരിഹരിക്കാനുള്ള ഒരു നീക്കം നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നൊരു നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു നിലപാട് അഫ്ഗാനിസ്ഥാൻ സ്വീകരിക്കുകയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്നവർ വ്യക്തമാക്കുന്നു. താലിബാൻ സർക്കാരിൽ നിന്ന് അങ്ങനെ ഒരു നീക്കം വരുന്നു എന്നത് തന്നെ പാകിസ്ഥാനെ അമ്പരപ്പിച്ചേക്കാം. കാരണം ഇത് മതത്തിൻ്റെ പേരിൽ ഒരു കൂട്ടായ്മയുണ്ടാക്കാനുള്ളൊരു ശ്രമം സ്വാഭാവികമായും പാകിസ്ഥാനിൽ നിന്ന് നടക്കും എന്നെല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അത് പ്രതീക്ഷിച്ചത്ര ഫലം കാണുന്നില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തുർക്കിയെ പോലുള്ള ചില രാജ്യങ്ങൾ പാകിസ്ഥാന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. തുർക്കിയെയൊക്കെ പല ഘട്ടത്തിൽ സഹായിച്ചിട്ടുള്ള നാടാണ് നമ്മുടേത്. പക്ഷേ ആ രാജ്യം വേണ്ടത്ര ഒരു പിന്തുണ ഈ ഘട്ടത്തിൽ നമുക്ക് നൽകുന്നില്ല. എങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ അത് നൽകുന്നു എന്ന് പറയുമ്പോൾ അത് ഒരൽപ്പം ആശ്ചര്യത്തോടു കൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. മാത്രവുമല്ല, ഈ ഘട്ടം ഒന്നിച്ചു നീങ്ങാനുള്ള ഒരവസരമാണ് എന്ന് എടുത്തു പറയുകയും ചെയ്തു. 2021 വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇന്ത്യ താലിബാൻ സർക്കാരിനെ നോക്കിക്കണ്ടിരുന്നത്. കാരണം അങ്ങനെ ഒരു സർക്കാർ അവിടെ അധികാരത്തിൽ വരുമ്പോൾ അത് ലോക രാഷ്ട്രീയ ക്രമത്തിലുണ്ടാകുന്ന മാറ്റമെന്ത് എന്നൊക്കെ നമ്മൾ ആശങ്കപ്പെട്ടിരുന്നു. പക്ഷേ ആ സാഹചര്യം മാറുകയാണ്. താലിബാനും ഇപ്പോൾ ഘട്ടം ഘട്ടമായി ഒരു ജനകീയ രീതിയിലേക്ക് മാറുന്നു എന്നതിൻ്റെ സൂചനകൾ പിന്നീട് ലഭിച്ചെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു നിലപാടായി ഇന്ത്യയെ വളരെ ശക്തമായി പിന്തുണയ്ക്കുന്നു എന്നവർ വ്യക്തമാക്കുകയാണ്. വാണിജ്യ, വ്യാപാര, ഗതാഗത മേഖലകളിൽ കൂട്ടായ പ്രവർത്തനം വേണം എന്ന് അവർ പറയുന്നു. ഒപ്പം ഗതാഗതം പോലുള്ള മേഖലകളിൽ ആഴത്തിലുള്ള ബന്ധം വർദ്ധിപ്പിക്കണം എന്നവർ പറയുന്നു. അതോടൊപ്പം നയതന്ത്ര ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണം എന്നാവശ്യപ്പെടും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ, അതായത് തീവ്രവാദികൾ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ അവർ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ലോകത്ത് അത് നടക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു. ഇസ്ലാം മതത്തിൽ ആഴത്തിൽ വിശ്വസിക്കുന്ന ഈ താലിബാൻ പോലുള്ള ശക്തികൾ പോലും ഇന്ത്യയെ പിന്തുണയ്ക്കണം എന്ന നിലപാട് സ്വീകരിക്കുന്നത് വളരെ ആശ്ചര്യമായി തന്നെ തോന്നാം.